വട്ടിയൂർക്കാവ് അജിത്ത്, താങ്കൾക്ക് തന്നെ വേണമെങ്കിൽ ആ റോള് കൈകാര്യം ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ താങ്കൾ 2-3 കേസുകളുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പുരുഷന്മാരുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്നു എന്നൊക്കെ പറഞ്ഞു. അതും പ്രത്യേകതരം പുരുഷന്മാരുടെ അവകാശത്തിന് വേണ്ടി. എല്ലാ പുരുഷന്മാരെയും ഈ രീതിയിൽ അടച്ചാക്ഷേപിക്കാൻ പാടില്ലല്ലോ. അവിടെ ഈ പൾസർ സുനി നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത ഒരു കേസിലെ പ്രതിയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അദ്ദേഹത്തിന് വേണ്ടി ശബ്ദമുയർത്തണമെങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കാമല്ലോ. ഇതിപ്പോൾ ഒരു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ജാമ്യം കിട്ടുന്നു, അതൊരു സ്വാഭാവിക നടപടി മാത്രമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത്രയും സമയം കാത്തിരിക്കാൻ പോലും വയ്യാതെ ഇങ്ങനെ ഒരു ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങളുടെ ഐക്യദാർഢ്യം, ഈ രീതിയിലുള്ള സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നു? എന്ത് മെസ്സേജാണ് നിങ്ങൾ ഇതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്? ഈ 20-25 ദിവസത്തിന് മുന്നേ വരെ ഈ കേസുമായിട്ട് ഒരു ബന്ധവുമില്ല, ബന്ധപ്പെട്ടിട്ടുമില്ല. ഞാൻ എന്നെ അന്വേഷിച്ച് കുറച്ചുപേര് വരികയും അവരെന്നോട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി പഠിക്കുകയും അദ്ദേഹത്തിന് എന്താ പറയുക, മാനുഷിക പരിഗണന, ഒരു മനുഷ്യന് കിട്ടേണ്ട നീതി കിട്ടുന്നില്ല, ഒരു പുരുഷന് കിട്ടേണ്ട നീതി കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു 20-25 ദിവസത്തിന് മുൻപേ ഞാൻ വീഡിയോ ചെയ്തു. നവകേരള എന്ന് പറയുന്ന ഓൺലൈൻ ചാനലിൽ ഞാൻ അത് ആദ്യമായിട്ട് പറയുകയും ഏകദേശം ഒരു ഏറ്റവും അടുത്ത നാൾ, ഒരു മാസത്തിനകം അല്ലെങ്കിൽ ഒരു 60 ദിവസത്തിനകം പൾസർ സുനിയെ പുറത്തു കൊണ്ടുവന്നിരിക്കുമെന്ന് ആ ഒരു ചാനലിൽ പറയുകയും പിന്നീട് ഒത്തിരി ചാനലുകളിൽ ഞാൻ ആ ന്യൂസ് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കേസിൽ ഇടപെടുന്നതും. ഞാൻ ചോദിക്കട്ടെ, ഒരു വർഷത്തിന് മുന്നേ വരെ അല്ലെങ്കിൽ 6 മാസത്തിന് മുന്നേ വരെ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ കേസിൽ നമ്മൾ ഇടപെടില്ല. ഒരു പുരുഷന് നീതി കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഈ സംഘടന അതിൽ ഇടപെടുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാം, ദിലീപിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ യഥാർത്ഥം പറഞ്ഞാൽ ഈ കേസുകളിൽ സംസാരിച്ചിട്ടുള്ള ഈ കേസിൽ. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് ഒരുപാട് സമരങ്ങൾ നടത്തി അദ്ദേഹത്തിന് നീതി കിട്ടണം. ഒരു ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പൾസർ സുനി വേറെയും പല ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിൽ വന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാല് പൾസർ സുനി ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നടനെ, നമ്മൾ ജനപ്രിയ നടനായിട്ട് അംഗീകരിച്ച ഒരു നടനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ ഇത്രയും തേജോവധം ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ന്യൂസിലൊക്കെ അന്ന് വന്ന് വരികയും ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു പുരുഷനെ ഏത് രീതിയിൽ ഇപ്പൊ തന്നെ നടന്മാർക്കെതിരെ ഓരോ മുൻകാല ഫീൽഡ് ഔട്ടായ കുറെ സ്ത്രീകൾ ഓരോ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു അന്വേഷണവും കൂടാതെ അവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി പോലീസ് ഓടുന്നുണ്ട്? എന്തുകൊണ്ട് തിരിച്ചുണ്ടാകുന്നില്ല? ഇപ്പോ ഈ പറയുന്ന മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീക്കെതിരെ പോക്സോ കേസ് ഉയർത്തിക്കൊണ്ടായ ആ ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ആ പെൺകുട്ടിക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല? ഈ സ്ത്രീക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. അടുത്ത് ഇതായിപ്പോ നേരത്തെ സംസാരിച്ചത് ഞാൻ പറഞ്ഞപ്പോഴാണ് കട്ട് ചെയ്ത് വേറൊരാളിലേക്ക് കേസെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. ഇല്ല, കേസെടുത്താൽ പോക്സോ കേസാണെങ്കിൽ അപ്പൊ റിമാൻഡ് ചെയ്യണ്ടേ? എന്നാൽ അപ്പൊ റിമാൻഡ് ചെയ്യണ്ടേ? ആ സ്ത്രീയെ എന്തുകൊണ്ട് റിമാൻഡ്? വെളിച്ചത്തില്ല, ഫോട്ടോ ഇല്ലാതിരിക്കുകയാണ്. ഓക്കെ, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? കേസെടുത്താൽ മതിയോ? കേസെടുത്തത് പുഴുങ്ങി തിന്നാൻ വേണ്ടി വെച്ചെന്നാ മതിയോ? പോലീസ് ഇരട്ടത്താപ്പ് നീതി കാണിക്കുന്നത്. ഇന്ന് തന്നെ കേസെടുത്തു എന്ന് പറയുന്നു. അപ്പോ താങ്കൾക്ക് അതിന്റെ അറസ്റ്റ് ഉടനെ നടന്നുകൊള്ളാൻ വയ്യ? നടക്കണം. പോക്സോ കേസാണ്. പോക്സോ കേസിൽ നടന്നിരിക്കണം, ആ നിമിഷം നടന്നിരിക്കണം. കാര്യം പ്രായപൂർത്തിയാവാത്ത 16 വയസ്സായ പെൺകുട്ടിയെ ഏത് രീതിയിലാണ് കൊണ്ട് മറ്റുള്ളവർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി പോയ സ്ത്രീയാണ്. അത്രയും നിഷ്ഠൂര പ്രവൃത്തി ചെയ്ത് അവരെ പിന്നെ എന്തിനാ ഈ കേസെടുത്ത് ഇനി എന്താ പറയാ, രാഘവലം എല്ലാം നോക്കിയിട്ടാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ കളം വരച്ച് കബഡി നിരത്തി നോക്കണോ? അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ വേണ്ടിയിട്ട് അവരെ റിമാൻഡ് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാര്യം സ്ത്രീക്കും പുരുഷനും ഒരേ നീതി ഇവിടെ നടപ്പിലാവണം കേരളത്തില്. ഇവിടെ മറ്റുള്ള സ്ത്രീ, ഇവിടെ പന്തീരങ്കാവിൽ അതിന്റെ നടപടികളാണല്ലോ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ പോകുമ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരേ നിയമം തന്നെ ഇവിടെ ഉണ്ട് എന്നതാണല്ലോ മനസ്സിലാക്കേണ്ടത്. അല്ല, സ്ത്രീകളായതുകൊണ്ട് കുറച്ച് മുമ്പേ പോയിക്കോ, കുറച്ച് മുമ്പേ ആയിക്കോട്ടെ, അറസ്റ്റ് അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടോ എന്നതാണോ താങ്കളുടെ ന്യായം? അരമണിക്കൂറല്ല, 1 മിനിറ്റ് മുൻപേ പോകണം പുരുഷന്മാർക്ക് എന്നുള്ള ന്യായമാണ് പോലീസുകാർ എന്ന് വെച്ചിരിക്കുന്നത്. കാരണം ഒരു പോക്സോ കേസ് പ്രതി ജീമോൻ കല്ലുപുരയ്ക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു അന്ധയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പ്രായപൂർത്തിയാവാത്ത പോക്സോ കേസാ. പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് 160 ദിവസമാണ് ജയിലിൽ കിടന്നത്. അറിയോ?
പോലീസിന് എന്താ ഇവിടുത്തെ പോലീസിന് അന്വേഷിക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണോ? ഏറ്റവും വലിയ പോലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇന്റലിജൻസ് ആയിട്ടുള്ള ഒരു പോലീസ് സേനയാണ് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പോലീസ് ജീമോനെ 160 ദിവസമാണ് ജയിലിലിട്ടിരുന്നത്. എന്നിട്ട് കോടതി എന്താ ചെയ്തത്? അദ്ദേഹം റിമാൻഡിൽ നിന്ന് അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കി നേരെ കോടതിയിൽ പോയി വിചാരണ കൂടാതെ കുറ്റവിമുക്തനാക്കി ഈ കഴിഞ്ഞ മാസം. എന്നിട്ട് ഞങ്ങളത് പത്രസമ്മേളനം വിളിച്ച് ട്രിവാൻഡ്രം പത്രസമ്മേളനം വിളിച്ച് ഞാൻ വിളിച്ചപ്പോൾ എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. ഒരു തെറ്റായിട്ടൊരു ന്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വ്യാജ പരാതിയിൽ ഒരു യുവാവ് അറസ്റ്റ് വരിച്ചിട്ടുണ്ടെങ്കിൽ, ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതി പുറത്ത് വിട്ടുകഴിഞ്ഞാൽ അത് വിചാരണ കൂടാതെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. വിചാരണ കൂടാതെ അദ്ദേഹം പുറത്തു വരണമെങ്കിൽ എന്തുമാത്രം അദ്ദേഹത്തിന്റെ ഭാഗം ശരിയുണ്ടായിരുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയും ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മയുമായിട്ട് എറണാകുളത്ത് പ്രസ് മീറ്റ് വെച്ച് നടത്തി. ഞങ്ങളെ വേറെ 1-2 പേർ തെറ്റിദ്ധരിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ജീമോനെ ജയിലിലാക്കിയതാണെന്ന്. എന്നിട്ട് പോലും അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. എന്തടിസ്ഥാനത്തിലാണ്? എല്ലാ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ സമയമില്ലല്ലോ. ഈ ചർച്ചയിൽ എല്ലാ കേസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഈ അവകാശ പോരാട്ടത്തിനൊപ്പം നിൽക്കാനോ അത് ചർച്ച ചെയ്യാനോ സമയമില്ല. ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകും.